ശബരിമലയുടെ പേരിൽ പണപ്പിരിവ് വ്യാപകം. ദേവസ്വം ബോർഡിന് നേരത്തെ പരാതി ലഭിച്ചു. ശബരിമലയുടെ അംഗീകൃത സ്പോൺസർ എന്ന പേരിലായിരുന്നു പണപ്പിരിവ് നടന്നത്. പരാതി ലഭിച്ചതോടെ ഔദ്യോഗിക സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർമാരായി രണ്ടുപേരെ ബോർഡ് നിയമിച്ചു. 2025 ജൂലൈയിൽ ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവിൻ്റെ പകർപ്പ് 24-ന്. അതിനിടെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കും. MG പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരം നിന്ന് ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. ശരിക്കും വ്യാപകമായ പിരിവ് നടന്നു എന്നതിന് തെളിവുകൾ ലഭിച്ചോ ദേവസ്വം ബോർഡിന്? ഗുഡ് മോർണിംഗ്. ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ശബരിമലയെ കേന്ദ്രീകരിച്ചും വലിയ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ശബരിമലയെ പലരും സാമ്പത്തിക നേട്ടത്തിനായി ഉപയോഗിച്ചു എന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടും അത്തരത്തിലാണ് പല ഈ കാര്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി സാമ്പത്തിക നേട്ടത്തിനായി ഉപയോഗിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ ശബരിമലയിൽ പണപ്പിരിവ് വ്യാപകമാണ് എന്നുള്ള വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് ഈ സ്ഥിരീകരിക്കുന്ന തെളിവുകൾ കൂടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 2025 ഈ ജൂലൈ മാസത്തിൽ ജൂലൈ 30-ാം തീയതി ദേവസ്വം ബോർഡ് ഒരു ഉത്തരവിറക്കുന്നു. ആ ഉത്തരവിൽ അനധികൃത സ്പോൺസർഷിപ്പിനെതിരെയാണ് ആ ഉത്തരവ്. ശബരിമലയുടെ പേരിൽ വ്യാപകമായി പണപ്പിരിവുകൾ നടക്കാറുണ്ടെന്ന് ദേവസ്വം ബോർഡിന് പരാതികൾ ലഭിച്ചിരുന്നു. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ 30/7/2025 ദേവസ്വം ബോർഡ് ഒരു ഉത്തരവിറക്കുന്നത്. അതായത് ഈ സ്പോൺസർഷിപ്പ്, അനധികൃത സ്പോൺസർഷിപ്പും പണപ്പിരിവും തടയാൻ ഈ കോർഡിനേറ്റർമാരെ നിയമിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഉത്തരവ് ഇറക്കിയത്. ഈ ബോർഡിന് വേണ്ടി സ്പോൺസർഷിപ്പ്, സംഭാവനകൾ എന്നിവ സ്വീകരിക്കുന്നതിന് ഏതെങ്കിലും വ്യക്തികളെയോ സ്ഥാപനത്തെയോ ബോർഡ് ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വിശദീകരണത്തോടെയാണ് ഈ ഉത്തരവ് 7-ാം മാസത്തിൽ പുറത്തിറക്കിയത്. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർമാരായി പബ്ലിക് റിലേഷൻ ഓഫീസറെയും ഔദ്യോഗിക ഫോട്ടോഗ്രാഫറെയും ചുമതലപ്പെടുത്തിക്കൊണ്ട് ഉത്തരവാകുന്നു. ഇതാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരത്തെ പറഞ്ഞ അവതാരങ്ങൾ ശബരിമലയിൽ മുൻപും ഉണ്ടായിരുന്നു. ഈ 7-ാം മാസത്തിൽ ഉൾപ്പെടെ ഈ പണപ്പിരിവ് ശബരിമലയിൽ നടന്നതിന്റെ രേഖകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഈ പരാതികൾ ദേവസ്വം ബോർഡിന് നേരത്തെ തന്നെ ലഭിച്ചതാണ്. അതായത് ശബരിമലയിൽ പണപ്പിരിവ് പല ഘട്ടങ്ങളിലായി നടക്കുന്നുണ്ട്. നേരത്തെയും പരാതികൾ ലഭിച്ചിരുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ദേവസ്വം ബോർഡ് തന്നെ ഈ 7-ാം മാസത്തിൽ പുറത്തിറക്കിയ ഉത്തരവ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചും ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം അതാണ്. ശബരിമലയെ സാമ്പത്തിക നേട്ടത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചു. ഈ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ പലയിടങ്ങളിൽ പ്രദർശിപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട ഈ പിരിവ് നടത്തിയെന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിടുന്നുണ്ട്. അപ്പോൾ ഈ ശബരിമലയിൽ ഈ പണപ്പിരിവ് ഇതാദ്യമായല്ല. പണപ്പിരിവ് ശബരിമലയിൽ നടക്കാറുണ്ട് എന്ന് ദേവസ്വം ബോർഡിനും നേരത്തെ പരാതി ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ 2 കോർഡിനേറ്റർമാരെ ദേവസ്വം ബോർഡ് നിയമിക്കാൻ നിർബന്ധിതമായത് എന്നും ഈ ഉത്തരവിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. MG പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.